ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ഒരു ചെറിയ ടിപ്പും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ തൈര് വടയുടെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 3-4 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. ഒന്നിച്ചിട്ട് കൊടുത്താൽ മിക്സി ചൂടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക. നല്ല വെള്ളം കൂടി പോകാനൊന്നും പാടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കുറച്ച് കറിവേപ്പില ചെറിയ ഇതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല. ഇനി ഈ ഒരു മാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുക. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ ഉഴുന്നുവട നല്ല സോഫ്റ്റും ക്രിസ്പി ആയിട്ടിരിക്കും. ഇപ്പോൾ ഇനി ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ, ഇനി ഇതിലേക്ക് ഒരു 6 ചുവന്നുള്ളി, ഒരു 2 ഉണക്കമുളകും, ഒരു പച്ചമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ചട്നിയിൽ നിന്നും പകുതി തൈര് വടയിലേക്ക് ചേർത്ത് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഉഴുന്നുവട ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം നന്നായിട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള ബോളാക്കി എടുത്തിട്ട് അതിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഉഴുന്നുവട ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പോൾ ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. നല്ല കുറച്ച് വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓയിലിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വട അല്ലെങ്കിൽ 4 വട നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കോരി മാറ്റുക. അതേപോലെ എല്ലാ വടയും ചെയ്തെടുക്കുക. ഈ ഒരു വട കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് തൈര് വടയുടെ കൂട്ടാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ ഉഴുന്നുവടയും ഇതേപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തൈര് വട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലുള്ള നല്ല കട്ടി തൈര്, പുളിയില്ലാത്ത കട്ടി തൈര് 2 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉഴുന്ന്. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും, 1 ടീസ്പൂൺ ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവുള്ളതാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട, അതിലും കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു താളിപ്പ് ഇതിലേക്ക് തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പിൽ നിന്നും ഒരു പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമ്മൾ എത്ര വടയാണോ നമുക്ക് ആവശ്യമുള്ളത് വെച്ചാൽ ഇത് നന്നായി മുങ്ങണ വിധത്തിൽ ഇട്ട് കൊടുക്കുക. ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അത് വെക്കുക. ഒരു അരമണിക്കൂറോ അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചാലും മതി. അപ്പോഴാണ് അത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് കിട്ടുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് സോക്കായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ് നമ്മളതൊന്ന് മുക്കി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ തൈര് വടയുടെയും ഉഴുന്നുവടയുടെയും റെസിപ്പി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്